ഇത് ഇളക്കി ഇളക്കി എൻ്റെ കൈ ഒരു പരുവമായി. പക്ഷേ സംഭവം അങ്ങോട്ട് റെഡി ആവുന്നില്ല. അപ്പോൾ എന്താണ് ഈ സംഗതി, എന്താണ് പറ്റിയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒന്നും പറയണ്ട, നല്ലൊരു പറ്റ് എനിക്കും പറ്റി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നൊസ്റ്റാൾജിയെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന ഒരു ചർച്ചാ ഗ്രൂപ്പിൽ ഞാനും ഒന്ന് പങ്കെടുത്തു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരാൾ അവരുടെ ചമ്മന്തി റെസിപ്പി പറഞ്ഞു. അപ്പോൾ അത് അവരുടെ ആ വിവരണം കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര കൊതിയായത്. ഉണ്ടാക്കാനങ്ങ് അതുപോലില്ല. വീട്ടിൽ വന്നിരുന്ന് ഒരു 10-20 കൊച്ചുള്ളിയും പൊളിച്ച് കുറേ ദാലെടുത്ത് വെള്ളത്തിൽ വിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലെല്ലാം എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുവാണ്. അപ്പോൾ അവരുടെ വിവരണത്തിൽ ആ ദാല് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് അത് അരച്ച്, അതായത് മിക്സിയിൽ അരച്ച്, അന്നത്തെ കാലത്ത് അരകല്ലിലൊക്കെ അരച്ചെടുത്ത് അത് എണ്ണയ്ക്കെത്തിട്ട് മൂപ്പിക്കുമ്പം ആ ദാലങ്ങോട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് ആ മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ അത് ഇപ്പോഴും ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ ദൈവമേ, ഞാനും വിചാരിച്ചു ഇന്ന് അത് ഉണ്ടാക്കിയേ എനിക്ക് അടങ്ങത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് പോയി ഉണ്ടാക്കിയതാണ്. വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഇതങ്ങോട്ട് ഇട്ട് ആദ്യം തന്നെ പച്ചമണം മാറണമല്ലോ, പച്ചയ്ക്ക് ദാലരച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ പോയി. എന്നാലും ചെയ്തതാണ്. പക്ഷേ എന്തോന്നറിയത്തില്ല, അതിൻ്റെ അടിക്ക് പിടിച്ചു. എത്ര ഇളക്കാൻ നോക്കിയിട്ടും തടിത്തവി വെച്ച് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരു സ്റ്റീലിൻ്റെ തവി വെച്ച് അത് ഇളക്കിയെടുത്തു. ഇനി ആ രസം എന്നാൽ ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തോട്ട് കൊച്ചുള്ളി ചതച്ചത് ചേർക്കുമ്പോൾ ശരിയാവും. അവർ പറഞ്ഞു കൊച്ചുള്ളിയും കൂടെ ചതച്ച് ചേർക്കണമെന്ന്, വറ്റൽമുളകും കൂടെ. അതും ചതച്ച് ചേർത്തു. എന്നിട്ടെന്തോ ഒരു മണവുമില്ല, ഒരു ഗുണവുമില്ല, ഒന്നുമില്ലാത്ത പോലെ. എത്ര അങ്ങോട്ട് ഇളക്കിയിട്ടും ഒരു ചമ്മന്തിയുടെ ഒരു മണമൊന്നും നമുക്ക് വരുന്നില്ല ഇതങ്ങോട്ട് ഇളക്കുമ്പോഴേ. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ചൊഴിച്ച് എൻ്റെ വെളിച്ചെണ്ണ എല്ലാം തീരുക, എണ്ണയുടെ അളവ് ഈ റെസിപ്പിയിൽ അങ്ങോട്ട് കൂടുക. അപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. പിന്നെ എന്തുവാ ചെയ്യുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നറിയാമെന്ന് വിചാരിച്ച് ഞാൻ വായിൽ വെച്ച് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. എന്നാൽ വീട്ടിലുള്ളവരോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഒരു ഗുണവും ഇല്ല, മണവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നും അറിയാതെ, ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഞാനിത് റെസിപ്പി പരീക്ഷിക്കാൻ പോകണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു തരത്തിൽ അതൊന്ന് ഇളക്കിയെടുത്ത് ലാസ്റ്റിൽ ഈ ഒരു പരുവത്തിലാക്കി. പിന്നെ എനിക്കിനി മുന്നോട്ട് പോകാൻ വയ്യ. ഞാൻ അവിടെ അങ്ങ് ഉപേക്ഷിച്ച് കുറേ ഇളക്കി നോക്കി. ചിലപ്പോൾ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ മണം വരുമെന്നാണ് അവരുദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് മൊരിഞ്ഞു വന്നപ്പോൾ ഇത് മണവും വന്നില്ല, ഗുണവും വന്നില്ല, ടേസ്റ്റും വന്നില്ല. ഞാൻ ഉപ്പൊക്കെ ഇട്ട് നോക്കി, ഉപ്പ് കുറഞ്ഞിട്ടാണോ ഒന്നും ഒരു രീതിയിലും ടേസ്റ്റ് വരാത്ത റെസിപ്പി. ഇപ്പോൾ സാധാരണ കൊച്ചുള്ളിയൊക്കെ ചേർക്കുമ്പം എത്ര കൊള്ളാത്ത സാധനമായാലും ഒരു ടേസ്റ്റ് വരും. വെറുതെ ആയിപ്പോയി. വെറുതെ എൻ്റെ വെളിച്ചെണ്ണ കുറേ പാഴായി. എനിക്ക് ഏറ്റവും സങ്കടം സമയം പോയതിനൊന്നുമല്ല, ഇത്രയും വിലയുള്ള ഈ കൊച്ചുള്ളിയുടെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. അത് വെറുതെ പോയത് ഓർത്താൽ എനിക്ക് സങ്കടം വന്നത്. എന്നിട്ടും എടുത്ത് കളയാതെ ഞാൻ 2 ദിവസം അവിടെ ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ വെച്ചിരുന്നു. ഞാൻ പാഴാക്കിയ ആ സാധനം കണ്ടൊരു പാഠം പഠിക്കാൻ. ഇനിയെങ്കിലും വെറുതെ ഒരു കാര്യം കേട്ടിട്ട് ബ്ലൈൻഡായിട്ട് വന്നങ്ങ് ട്രൈ ചെയ്യല്ലോ. അപ്പോൾ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇനി ഇത് ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ, ഇത് നല്ല റെസിപ്പി ആയിരിക്കുമോ എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത തെറ്റെന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ചിലപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നവരുണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. ആരെയും കളിയാക്കിയതൊന്നുമല്ല, എനിക്ക് പറ്റിയൊരു മണ്ടത്തരം. ഞാൻ സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ റെസിപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഒട്ടും ചിന്തിക്കാതെ ട്രൈ ചെയ്ത റെസിപ്പിയാണ്. അതുകൊണ്ട് ഈ ഗതി വന്നു. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി അറിയാമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു ചമ്മന്തി റെസിപ്പി കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പം പരിപ്പ് വറുത്തൊക്കെ ചമ്മന്തി അരയ്ക്കുന്ന അറിയാം, ഇങ്ങനെ കുതിർത്ത് വെച്ച് ചമ്മന്തി അരയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു എൻ്റെ ഫെയിലായ റെസിപ്പികളിൽ ഒന്നാണ്. അത് എൻ്റെ റെസിപ്പിയല്ല, ഞാൻ കണ്ട് ട്രൈ ചെയ്തതിൽ. അപ്പം ഫെയിലായ റെസിപ്പി ഇട്ടെന്നും പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തിയതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ഒരു എനിക്ക് പറ്റിയത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെ ചെയ്തിരുന്നു.
അതും ഇതുപോലെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഫെയിലായിപ്പോയി. അതെന്താണെന്നറിയോ, ഈ റെസിപ്പി എടുത്ത് ഫെയിലായപ്പം നമുക്ക് എന്തോ ആയാലും പിന്നെ ഒരു കോൺഫിഡൻസ് ആ ദിവസം അങ്ങ് പോകും. അങ്ങനെ അതും കൂടെ പോയി. അങ്ങനെ 2 റെസിപ്പി ഒരേ ദിവസം എൻ്റെ ഫെയിലായിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.